നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വഖഫ് ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച് സമസ്ത. സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് സർക്കാർ വഖഫ് ഭൂമികൾ ഏറ്റെടുക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം. നിയമത്തിന്റെ പേരിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നു, ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്ന് സമസ്ത പറയുന്നു. അഭിഭാഷകൻ സുൽഫിക്കർ അലിയാണ് ഹർജി സമർപ്പിച്ചത്. വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് നേരത്തെയും സമസ്ത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അത്തോളി സ്വദേശിനിയായ 21-കാരിയെ എരിഞ്ഞിപ്പാലത്തെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ആൺ സുഹൃത്തിനെതിരെ കൂടുതൽ തെളിവ്. സുഹൃത്ത് ബഷീറുദ്ദീൻ മരിച്ച ആയിഷ റഷയെ മാനസികമായി പീഡിപ്പിച്ചതിന്റെ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത്. ആയിഷയുടെ ഫോണിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചു. ജിം ട്രെയിനറായ ബദറുദ്ദീൻ ആയിഷയുമായി നിരന്തരം വഴക്കിട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. ആയിഷയുടെ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തും ശേഷം ബഷീറുദ്ദീന്റെ അറസ്റ്റിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. നിയമസഭാ ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ ഡാൻസ് അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ഡെപ്യൂട്ടി ലൈബ്രറിയൻ മരിച്ചു. വയനാട് സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം വാഴയിൽ ഹൌസിൽ ജുനൈസ് അബ്ദുള്ളയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തിന് 1 മാസമായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓണക്കാലത്തെ വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടവുമായി സപ്ലൈകോ. തിങ്കളാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 319.3 കോടി രൂപയാണ് വിറ്റുവരവെന്ന് മന്ത്രി GR അനിൽ പത്രസമ്മേളനത്തിനിടയിൽ പറഞ്ഞു. വെളിച്ചെണ്ണ വില വർധനയിൽ സപ്ലൈകോയ്ക്ക് ഫലപ്രദമായി ഇടപെടാനായി. കുടിശ്ശിക നൽകാത്തതിനാൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തി. ഇതോടെ വിരലിലെണ്ണാവുന്ന സ്റ്റോക്ക് തീരുന്ന മുറയ്ക്ക് സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ നിലയ്ക്കുന്ന സ്ഥിതിയായി. ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട ആൻജിയോപ്ലാസ്റ്റിക്കിന് ആവശ്യമായ കൊറോണറി സ്റ്റെന്റ്, കത്തീറ്റർ, ഗൈഡ് വയർ, ബലൂൺ തുടങ്ങിയവയുടെ വിതരണമാണ് കമ്പനികൾ തിങ്കളാഴ്ച നിർത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്നു. തിങ്കളാഴ്ച പവന് 680 രൂപ വർദ്ധിച്ച് 77,640 രൂപയിലെത്തി. ഗ്രാമിന് 85 രൂപ കൂടി. 9,705 രൂപയുമായി സ്വർണത്തിന് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം. CPM പ്രവർത്തകനായ മനോജാണ് കമ്പിവടി ഉപയോഗിച്ച് വിഗ്രഹത്തെ തകർക്കാൻ ശ്രമിച്ചത്. തൃപ്രയാർ എടുത്തുരുത്തിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം. അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമാണ് എന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം ചോദിച്ചു. ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നതെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണമെന്ന് നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ആവശ്യപ്പെട്ടു. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണം. അന്നുണ്ടായ നടപടികൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് സർക്കാർ ഭക്തർക്ക് ഉറപ്പ് നൽകണം. പന്തളം കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാട് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. നബിയുടെ തിരികേശം സൂക്ഷിക്കുക വഴി കാന്തപുരം എന്ന ഇസ്ലാമിക പണ്ഡിതൻ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇത് ഇസ്ലാമിക പ്രമാണത്തിനെതിരാണെന്നും സാമൂഹ്യ നിരീക്ഷകനായ ബൈജു സ്വാമി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലായിരുന്നു ബൈജു സ്വാമിയുടെ ഈ കണ്ടെത്തൽ. 20% എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽപ്പന നിർബന്ധമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചു. ഹർജിക്ക് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിനു പിന്നിൽ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇന്ത്യ ഏതുതരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് രാജ്യത്തിന് പുറത്തുള്ളവരാണോ നിർദ്ദേശിക്കേണ്ടതെന്നും AG വിമർശിച്ചു. എല്ലാം പരിഗണിച്ച ശേഷമാണ് സർക്കാർ നയം രൂപീകരിച്ചിരിക്കുന്നതെന്നും ഇത് ഇന്ത്യയിലെ കരിമ്പ് കർഷകർക്ക് പ്രയോജനകരമാണെന്നും AG കോടതിയെ അറിയിച്ചു. തുടർന്നാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. പൊതുസ്ഥലത്ത് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നികുതി നൽകേണ്ടതില്ലെന്ന് വിധിച്ച് സുപ്രീം കോടതി. പൊതു റോഡുകളിലും ദേശീയപാതകളിലും ഓടിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് മാത്രമേ നികുതി ഈടാക്കാൻ പാടുള്ളൂ. രാഷ്ട്രീയ ഇസ്പത്ത് നിഗം ലിമിറ്റഡിന്റെ വളപ്പിൽ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നികുതി ഈടാക്കാനുള്ള ശ്രമമാണ് കോടതി കയറിയത്. ഒരു മോട്ടോർ വാഹനത്തിന്റെ യഥാർത്ഥ ഉപയോഗം വരുന്നത് പൊതു ഇടങ്ങളിലാണ്. അവിടെ ഓടിക്കാത്ത വാഹനങ്ങൾക്ക് നികുതി അടയ്ക്കേണ്ട ബാധ്യതയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ബീഹാറിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേൽ ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിച്ചു. ഇതുവരെയുള്ള അപേക്ഷകൾ തീർപ്പാക്കി കഴിഞ്ഞിട്ടാകും സെപ്റ്റംബർ 30 അടുത്ത വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പുതിയ അപേക്ഷകൾ ഇനിയും സമർപ്പിക്കാം. 1 മാസത്തിനിടയിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തിങ്കളാഴ്ച രാവിലെ വരെ ലഭിച്ചത് 16,56,886 അപേക്ഷകളാണ്.
നിർബന്ധിത കൂട്ട മതപരിവർത്തനം നടത്തിയാൽ കുറഞ്ഞത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും 25 ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന മതപരിവർത്തന നിരോധന നിയമ ഭേദഗതി ബില്ലുമായി രാജസ്ഥാൻ സർക്കാർ സഭാ സമ്മേളനത്തിൽ പുതിയ ബിൽ അവതരിപ്പിക്കുമെന്ന് സംസ്ഥാന പാർലമെന്ററി കാര്യമന്ത്രി ജോഗറാം പട്ടേൽ പറഞ്ഞു. കൂട്ട മതപരിവർത്തനം നടത്തുന്നവരുടെ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. മതം മാറ്റത്തിന് ഉപയോഗിച്ച വേദി സർക്കാർ കണ്ടുകെട്ടും. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സമ്മർദ്ദത്തിനിടെ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും ചൈനയും റഷ്യയും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണം സംയുക്ത പ്രസ്താവനയിൽ പരാമർശിച്ച് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി അംഗീകരിച്ചു. ചാമുണ്ഡി കുന്നിന്മേൽ സ്ഥാപിച്ചിട്ടുള്ള ചാമുണ്ഡി ദേവി ശക്തിപീഠമാണെന്നും അത് ഹിന്ദുക്കളുടേത് മാത്രമല്ലെന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണെന്നും മൈസൂർ എംപിയും മൈസൂരിലെ വാഡയാർ രാജകുടുംബത്തിലെ യുവ അംഗവുമായ യദുവീർ വാഡയാർ. മൈസൂരിലെ ചാമുണ്ഡി ദേവി ക്ഷേത്രം മഹാശക്തിപീഠങ്ങളിൽ ഒന്നാണ്. സതീദേവിയുടെ തലമുടി വീണ സ്ഥലമാണത്രേ ചാമുണ്ഡി ദേവി ക്ഷേത്രം. അത്രയ്ക്ക് പാരമ്പര്യമുറങ്ങുന്ന ക്ഷേത്രമാണ്. ശാസ്ത്രങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ക്ഷേത്രത്തെയും ദേവിയെയും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. വിവരമില്ലാത്തവനെ പിടിച്ച് വ്യാപാര ഉപദേഷ്ടാവാക്കിയത് ട്രംപിന്റെ തെറ്റ്. ലോകത്തിൽ വെച്ച് പരമാബദ്ധമാണ് പീറ്റർ നവാരോ തിങ്കളാഴ്ച പറഞ്ഞത്. റഷ്യൻ എണ്ണ വിറ്റ് ബ്രാഹ്മണർ ഇന്ത്യയിൽ ലാഭം കൊയ്യുകയാണെന്നും ഇന്ത്യക്കാർ ഈ അനീതിയെ ചോദ്യം ചെയ്യണമെന്നുമാണ് പീറ്റർ നവാരോ പറഞ്ഞത്. ഇതോടെ ആരാണ് റഷ്യൻ എണ്ണ വിറ്റ് ലാഭം കൊയ്ത ഈ ബ്രാഹ്മണൻ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കാരണം മുകേഷ് അംബാനിയാണെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനല്ല, പകരം മോദ് ബനിയ സമുദായക്കാരനാണ്. പൊതുവെ വൈശ്യരാണിവർ. അദാനിയാകട്ടെ ബനിയ എന്ന വൈശ്യ സമുദായത്തിൽപ്പെട്ടയാളാണ്. രത്തൻ ടാറ്റ പാഴ്സിയാണെങ്കിൽ ലക്ഷ്മി മിത്തൽ മാർവാറിയാണ്. ഇനി മോദിയുടെ കാര്യമെടുത്താൽ അദ്ദേഹം OBC ആണ്. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ പിന്നെ റഷ്യൻ എണ്ണ വിറ്റ് ഏത് ബ്രാഹ്മണനാണ് ഇന്ത്യയിൽ ലാഭം കൊയ്തതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പൂർണ്ണ അംഗത്വത്തിനായുള്ള അസർബൈജാന്റെ നീക്കം തടഞ്ഞ് ഇന്ത്യ. അസർബൈജാനി TV ബ്രോഡ്കാസ്റ്ററായ അനൈഫ് സൈഡാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പൂർണ്ണ അംഗത്വത്തിനായുള്ള അസർബൈജാന്റെ അപേക്ഷ ഇന്ത്യ വീണ്ടും തടഞ്ഞു. അതേസമയം അർമേനിയയുമായുള്ള നയതന്ത്ര ബന്ധം പരിഗണിക്കാനുള്ള പാകിസ്ഥാന്റെ സമീപകാല തീരുമാനം അസർബൈജാന്റെ സമാധാന അജണ്ടയുടെ ഭാഗമായി ബാക്കുവുമായി ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അനൈഫ് സൈഡ് റിപ്പോർട്ട് ചെയ്തത്. SCOയിൽ പൂർണ്ണ അംഗമാകാനുള്ള അസർബൈജാന്റെ അപേക്ഷയ്ക്ക് ചൈന പിന്തുണ നിലനിർത്തിയതായും റിപ്പോർട്ട് പരാമർശിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഭൂകമ്പത്തിൽ 800-ലധികം പേർ മരിച്ചതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് ഇടപെടലുമായി ഇന്ത്യ. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലേക്ക് ഇന്ത്യ ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചു. ഇന്ത്യ അഫ്ഗാനൊപ്പമെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചു. സുഡാനിലെ മാറാ പർവ്വതനിരകളിൽ ഒരു ഗ്രാമത്തിൽ ഓഗസ്റ്റ് 31-നുണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ 1000 പേർ കൊല്ലപ്പെടുകയും ഒരാൾ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ എന്നും സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് ആർമി തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഈ മേഖലയിൽ ദിവസങ്ങളോളം പെയ്ത കനത്ത മഴയ്ക്ക് ശേഷമാണ് ഈ ദുരന്തമുണ്ടായത്. ന്യൂഡൽഹിയുമായുള്ള സൗഹൃദം വളർന്നുവരുന്ന സാഹചര്യത്തിൽ റഷ്യ തങ്ങളുടെ 5ാം തലമുറ Su-57 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന് എത്രത്തോളം നിക്ഷേപം ആവശ്യമാണെന്ന് നിർണ്ണയിക്കുന്നതിനുള്ള പഠനങ്ങൾ നടത്തിവരികയാണെന്ന് റിപ്പോർട്ട്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ കുറഞ്ഞത് 2-3 സ്ക്വാഡ്രണുകൾ ആവശ്യമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ റഷ്യൻ Su-57ഉം അമേരിക്കൻ F-35ഉം ഈ പദ്ധതിയിൽ മത്സരിക്കുന്നുമുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 14 വരെ നടക്കുന്ന ഇന്ത്യ-US സംയുക്ത വാർഷിക സൈനിക അഭ്യാസമായ എക്സസൈസ് യുദ്ധ് അഭ്യാസിന്റെ 21ാമത് പതിപ്പിനായി തിങ്കളാഴ്ച സെപ്റ്റംബർ 1-ന് ഒരു ഇന്ത്യൻ കരസേനാ സംഘം അലാസ്കയിൽ ഫോർട്ട് വെയിൻറൈറ്റിൽ എത്തി. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ ഇന്ത്യക്ക് 25% പരസ്പര താരിഫും പിഴയും ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം വഷളായ സമയത്ത് തന്നെയാണ് ഈ സൈനികാഭ്യാസവും. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.